ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ജനവിഭാഗം യുവാക്കളാണ്. ഇന്ത്യ ഭരിക്കുന്ന BJPയെ സംബന്ധിച്ചിടത്തോളം മന്ത്രിസഭയിലായാലും മറ്റെല്ലാ തലത്തിലായാലും സാമൂഹ്യമായ എല്ലാ വിഭാഗങ്ങളെയും അവർ ഉൾക്കൊള്ളുന്നുണ്ട്. അതേപോലെ തന്നെ സ്ത്രീകളെയും ഉൾക്കൊള്ളുന്നുണ്ട്. എന്നാൽ യുവാക്കൾക്ക് ക്യാബിനറ്റിൽ മതിയായ പ്രാതിനിധ്യമുണ്ടോ? പ്രത്യേകിച്ച് ഇപ്പോൾ ജൻസി പ്രക്ഷോഭത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ അങ്ങനെ ഒരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. ശരിക്കും അങ്ങനെ BJPക്ക് എന്താണ് BJPയുടെ ഒരു നിലവിലെ ഒരു സാഹചര്യത്തിൽ പ്രാതിനിധ്യം കുറവാണെന്ന് പറയേണ്ടി വരും. കാരണം മറ്റെല്ലാ മേഖലകളിലും നല്ല രീതിയിലുള്ള പ്രാതിനിധ്യമുണ്ട്, പ്രത്യേകിച്ച് സോഷ്യലി ഒക്കെ പറയുകയാണെങ്കിൽ. പക്ഷേ യുവാക്കളുടെ പ്രത്യേകിച്ച് 30കളിലും 40കളിലൊക്കെ ഉള്ള മന്ത്രിമാരുടെ എണ്ണം കുറവാണ്. 30കളിലൊന്നും ആരും ഇല്ല നിലവിൽ എന്നുള്ളതാണ്. അപ്പോൾ അത് ഒരു മാറ്റം കൊണ്ടുവരേണ്ടത്, പ്രത്യേകിച്ച് ക്യാബിനറ്റ് റീഷഫിളിൻ്റെ ഭാഗമായിട്ട് ആ ഒരു വികാരം കൂടി കണക്കിലെടുത്തുള്ള ഒരു റീഷഫിൾ ആയിരിക്കും എന്ന് നേരത്തെ തന്നെ വാർത്തകളുണ്ടായിരുന്നു. പക്ഷേ അത് വീണ്ടും നീണ്ടു എന്നുള്ളതാണ്. അപ്പോൾ ഇനിയിപ്പം ഈ പാർലമെൻറ്റ് സമ്മേളനം കഴിഞ്ഞ് ഒരു ക്യാബിനറ്റ് റീഷഫിൾ ഉണ്ടാകുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഈ ഗുജറാത്തിൽ ഇതേ രീതിയിലുള്ള ഒരു മാതൃക BJP 2025 നടപ്പാക്കിയിരുന്നു. ഗുജറാത്തിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒന്നാമത് ഈ ആം ആദ്മി പാർട്ടി ഒരു വലിയ സംഭവമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമൊക്കെ ഉണ്ടായിരുന്നു. ഒന്നും ഉണ്ടായില്ല, പക്ഷെ എന്നാലും അവർ കുറെ വോട്ടൊക്കെ പിടിച്ചു. ചെറുപ്പക്കാരെ അവർ കുറച്ചുപേരെ ആകർഷിക്കുന്നുണ്ട് എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പ്രായം കൂടിയ അല്ലെങ്കിൽ തുടർച്ചയായിട്ട് മന്ത്രിമാരായിരുന്ന കുറേ ആളുകളെയൊക്കെ മാറ്റി മുഖ്യമന്ത്രിയെ മാത്രം നിലനിർത്തി, ഭൂപേന്ദ്ര പട്ടേലിനെ മാത്രം നിലനിർത്തി ബാക്കി മൊത്തം ഒരു റീഷഫിളാണ് നടത്തിയിരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് 2025 ഹർഷ് സാങ്വി എന്ന് പറയുന്ന അന്ന് 40 വയസ്സുള്ളൂ, ഇപ്പോൾ 41 വയസ്സുള്ള യുവ നേതാവിനെ നല്ല രീതിയിൽ ജനങ്ങളുമായിട്ടും ചെറുപ്പക്കാരായിട്ടൊക്കെ ഇടപഴകുന്ന കഴിവുള്ള ഒരു യുവ നേതാവിനെ ഉപമുഖ്യമന്ത്രിയായിട്ട് കൊണ്ടുവന്നു. അതുകൂടാതെ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല കൊടുത്തു. പിന്നെ കുറേ ചെറുപ്പക്കാരെയും ന്യൂ ഫേസസിനെയൊക്കെ കൊണ്ടുവന്നിരുന്നു. റിവാബ ജഡേജ വിദ്യാഭ്യാസ മന്ത്രിയായി, ജഡേജയുടെ ഭാര്യ ക്രിക്കറ്റർ. അതുമാത്രമല്ല അവർ നല്ല രീതിയിൽ അവിടെ പ്രവർത്തിച്ച് പരിചയമുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അത് വലിയൊരു സക്സസ് ആയി മാറി. അതിനുശേഷം ഗുജറാത്തിലെ ഇലക്ഷനിലൊക്കെ BJP ശരിക്കും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ തൂത്തുവാരി. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പിലും ഗുജറാത്തിൽ ഗംഭീര വിജയമാണ് BJP നേടിയത്. 10,000-ലധികം, ഭൂരിപക്ഷം കുറഞ്ഞു. എന്നാൽ പോലും ഈ ഒരു സാഹചര്യത്തിൽ വിജയിക്കാൻ സാധിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രീതിയിലൊരു മാറ്റം അനിവാര്യമാണ് പൊതുവെ എന്നുള്ളൊരു ചിന്തയുണ്ട്. ഇതിന് മറ്റൊരു വശമില്ല, എനിക്ക് തോന്നുന്നത് അങ്ങനെയല്ല. അതായത് ചെറുപ്പക്കാർ വേണം, പക്ഷേ പലപ്പോഴും പാർട്ടികളിൽ ചെറുപ്പക്കാർ വരുന്നത്, ഇപ്പം BJPയെ സംബന്ധിച്ചിടത്തോളം BJP കുടുംബാധിപത്യത്തെ എതിർക്കുന്ന ഒരു പാർട്ടിയാണ്. പലപ്പോഴും എടുത്തു നോക്കിയോ, ചെറുപ്പക്കാർ വരുന്നത് എങ്ങനെയാണ്? മക്കളായിട്ട് പിതാവിൻ്റെയോ അല്ലെങ്കിൽ മറ്റാരുടെയോ സംരക്ഷണ വലയത്തിലാണ്. നെപ്പോ കിഡ്സ്. അല്ലാതെ ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ നേതാവ് ചെറുപ്പത്തിൽ തന്നെ കേന്ദ്രമന്ത്രി ആവുന്ന രീതിയിൽ വളർന്നു വരണമെങ്കിൽ ഉള്ളൊരു ടൈം ഉണ്ട് അതിനകത്ത്. അത് ശ്രദ്ധേയമായൊരു നിരീക്ഷണമാണ്, കറക്റ്റാണ്. കാരണം മെറിറ്റോറിയസ് ആയിട്ട് ഒരാൾ കടന്ന് മുന്നോട്ട് വരണമെങ്കിൽ അല്പം സമയം പിടിക്കും. പക്ഷെ കോൺഗ്രസ്സിലാണെങ്കിലും പ്രതിപക്ഷത്തുള്ള ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ എല്ലാവരും മന്ത്രിമാരുടെ അല്ലെങ്കിൽ വലിയ നേതാക്കളുടെ മക്കളാണ്. അതൊരു ഇപ്പൊ അടിയന്തരാവസ്ഥക്കെതിരായിട്ട് അല്ലെങ്കിൽ അന്നത്തെ ഒരു യൂത്ത് മൂവ്മെന്റ് ഉണ്ടാകുന്ന സമയത്ത് അതിൽ കുറെ ആളുകൾ ഒരു നാഷണൽ വൈഡ് ശ്രദ്ധിക്കപ്പെടും, അല്ലെങ്കിൽ സ്റ്റേറ്റ് വൈഡെങ്കിലും അവർ ശ്രദ്ധിക്കപ്പെടുന്നത് എന്തെങ്കിലും മൂവ്മെന്റിലൂടെയാണ് വരുന്നത്. ബാക്കിയൊക്കെ തന്നെ ഈവൻ BJPയിൽ തന്നെ BJP കുടുംബാധിപത്യ പാർട്ടിയല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും വന്ന ആളുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും തരത്തിൽ അവർക്ക് ഉയർന്നു വരാനുള്ളൊരു സാഹചര്യം അവരുടെ ബന്ധുബലത്തിലൊക്കെ ആയിരിക്കും പലരും വന്നിട്ടുണ്ടാവും. അവർ കഴിവുള്ള ആളുകളായിരിക്കാം, നേതാവിൻ്റെ ബന്ധു ആയതുകൊണ്ട് മാത്രമായിരിക്കില്ല അവർ വന്നിട്ടുണ്ടാവുക. ചിലപ്പോൾ മക്കളുമാകും പിൻബലം ഉണ്ടാവും, പക്ഷെ എവിടെയോ ഒരു പിൻബലം ഉണ്ടാകും. അത് ശരിയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഒരു ക്യാബിനറ്റ് റീഷഫിളിൽ എന്തായാലും BJPയിൽ ഒരു വലിയ മാറ്റം ഉണ്ടാവും. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ എല്ലാ മന്ത്രിമാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ചെറുപ്പക്കാരിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലണം, ഇൻസ്റ്റാഗ്രാം വീഡിയോസ് ചെയ്യണം, സോഷ്യൽ മീഡിയയിൽ റീച്ച് കൂട്ടണം. അതൊരു യാഥാർത്ഥ്യമാണല്ലോ. കാരണം പല ചെറുപ്പക്കാരും അത്ര രാഷ്ട്രീയ ബോധമുള്ള ആളുകളൊന്നും ആയിരിക്കില്ല, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലൊക്കെ നമുക്കറിയാം. അപ്പം അതുകൊണ്ട് തന്നെ അവരെ ഈ രീതിയിലുള്ള വിധ്വംസക രാഷ്ട്രീയമൊക്കെ മുന്നോട്ട് വെക്കുന്ന ആളുകൾ ആകർഷിക്കുന്നുണ്ടെങ്കിൽ അതൊരു ഫാക്ടറാണ്. അത് വലിയ തോതിലല്ലെങ്കിലും അത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി തന്നെ അത് മുൻകൈ എടുത്തു. അദ്ദേഹം റെക്കോർഡ് നേട്ടമൊക്കെയാണ് ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടാക്കിയത്. ഇൻസ്റ്റാഗ്രാം ശരിക്കും അദ്ദേഹം തൂക്കി എന്നൊക്കെ വേണമെങ്കിൽ പറയും ഇപ്പോഴത്തെ ഭാഷയിൽ. അപ്പം അതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ആ രീതിയിലുള്ള ഒരു മാറ്റം, ഇപ്പോൾ തേജസ്വി സൂര്യ നല്ലൊരു യങ് ഡൈനാമിക് ആയിട്ടുള്ള, നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്ന, ജനകീയ അടിത്തറയുള്ള ബാംഗ്ലൂർ സൗത്തിൽ നിന്ന് വൻ ഭൂരിപക്ഷത്തിന് ജയിക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്നതൊക്കെ വളരെ ഗുണം ചെയ്യും. അതുമാത്രമല്ല ബാൻസുരി സ്വരാജ് നല്ല രീതിയിൽ ഇപ്പം സഭയിലൊക്കെ പെർഫോം ചെയ്യുന്നുണ്ട്. അനുരാഗ് ഠാക്കൂർ താരതമ്യേന ചെറുപ്പക്കാരനാണ്, മുമ്പ് മന്ത്രിയായിരുന്നു,
പക്ഷേ നല്ല രീതിയിൽ തന്നെ ഒരു പൊസിഷൻ ചെയ്ത് വരാനും പ്രത്യേകിച്ച് പാർലമെന്റിൽ BJP-യുടെ ഒരു ശബ്ദമായിട്ട് കോൺഗ്രസിന്റെ ഓരോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ഓരോ കള്ളങ്ങളും പൊളിച്ചെഴുതുന്ന രീതിയിലുള്ള പ്രകടനമായിരുന്നു കഴിഞ്ഞ ദിവസമൊക്കെ ഉണ്ടായത്. പിന്നെ ആം ആദ്മി പാർട്ടിയിൽ നിന്ന് ഒരാൾ വന്നിട്ടുണ്ട്, രാഘവ് ചദ്ദ നല്ല ഒരു യങ് ആയുള്ള വൈബ്രന്റ് ആയുള്ള ചെറുപ്പക്കാരായിട്ട് സംവദിക്കുന്ന ഒരു വ്യക്തിയാണ്. BJP-ക്ക് ശരിക്കും ഒരു അസറ്റ് ആക്കിയിട്ട് കൊണ്ടുവരാൻ പറ്റും. പിന്നെ ശാംഭവി ചൗധരി എന്ന് പറയുന്ന 27 വയസ്സ് മാത്രമുള്ള ഒരു MP ഉണ്ട്, LJP-യുടെ ഒരു നേതാവാണ്. അത്യാവശ്യം നല്ല ഒരു പെർഫോമറാണ്. അപ്പോൾ അവരെയൊക്കെ ക്യാബിനറ്റിൽ ഉൾപ്പെടുത്തിയാൽ വളരെ നല്ലതായിരിക്കും. കാരണം ഒരു ചേഞ്ച്, കാരണം യുവാക്കളുടെ വികാരം കൂടി മനസ്സിലാക്കണമല്ലോ. പ്രത്യേകിച്ച് 30കളിലും 40കളിലും നിൽക്കുന്ന ആളുകൾ പോലും ക്യാബിനറ്റിൽ ഇല്ല എന്നുള്ളത്, അല്ലെങ്കിൽ കാര്യമായിട്ട് ഇല്ല എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. പ്രത്യേകിച്ച് ജനസംഖ്യയുടെ ഏതാണ്ട് ഒരു 65% വരുന്നൊരു വിഭാഗം എന്ന് പറഞ്ഞാൽ 35 വയസ്സിന് താഴെയുള്ളവരാണ്. അപ്പോൾ അവരുടെ ഒരു വികാരം മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകൾ കൂടി ക്യാബിനറ്റിൽ വരണം. കാരണം മാറ്റം ആവശ്യമാണല്ലോ. ഇപ്പോൾ ലോകത്ത് പല സ്ഥലങ്ങളിലും ഈ രീതിയിൽ തന്നെ യങ് ആയിട്ടുള്ള മന്ത്രിമാരും പ്രധാനമന്ത്രിമാരൊക്കെ വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ലോകത്ത് ഉണ്ടാകുന്ന മാറ്റം ഇന്ത്യയിലും വരുമല്ലോ, തീർച്ചയായും. പ്രത്യേകിച്ച് ഗ്ലോബലൈസേഷന്റെ കാലഘട്ടം. ഇപ്പം BJP ആണെങ്കിലും നരേന്ദ്രമോദി ആണെങ്കിലും കീഴ്വഴക്കങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് പലപ്പോഴും ഈവൻ പൊളിറ്റീഷ്യൻസ് അല്ലാത്ത ടെക്നോക്രാറ്റ്സിനെ അല്ലെങ്കിൽ ബ്യൂറോക്രാറ്റ്സിനെ അങ്ങനെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളെയൊക്കെ മന്ത്രിസഭയിൽ ജയശങ്കർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേ ഒരു രീതിയിൽ ഈവൻ സീനിയോറിറ്റി പരിഗണിക്കാതെ തന്നെ കുറച്ച് ചെറുപ്പക്കാരെ ഇനി ക്യാബിനറ്റ് ഇല്ലെങ്കിൽ സഹമന്ത്രിമാരാക്കിയാലും ഒരു എക്സ്പീരിയൻസ് കിട്ടുകയും ഒരു ജനങ്ങളുടെ ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കാനും കഴിയും. അതായത് അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന, യൂത്തായിട്ട് ജെൻസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ആളുകൾ മന്ത്രിസഭയിൽ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു ഗുണം BJP-ക്ക് കിട്ടും. ഏത് പാർട്ടിക്കും കിട്ടും, ഏതൊരു ഗവൺമെന്റിനും കിട്ടും. അപ്പോൾ ആ രീതിയിലൊരു സ്ട്രാറ്റജിയുമായിട്ട് BJP മുന്നോട്ട് പോകും തോന്നുന്നു. കാരണം ഈ CJP ഒക്കെ പറയുന്ന ഒരു പോയിന്റ് അതാണ്, ഞങ്ങളുടെ ഭാഷ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അത് അവരുടെ ഒരു തന്ത്രമാണ്. പക്ഷേ അതുകൊണ്ട് എല്ലാ ജെൻസികളും അങ്ങനെയാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ കോമൺവെൽത്ത് ഗെയിംസിൽ വിജയിച്ചിരിക്കുന്ന ആളുകളെല്ലാം ജെൻസികളല്ലേ. അപ്പോൾ അവരൊക്കെ വളരെ ജെൻസി എന്ന് പറയുമ്പോൾ ഒരിക്കലും ഈ പറയുന്ന അരാജകത്വം കൊണ്ട് നടക്കുന്ന ആളുകളൊന്നും അല്ലല്ലോ. കർഷകരുണ്ട്, സോഫ്റ്റ്വെയർ പ്രൊഫഷണൽസ് ഉണ്ട്, എഞ്ചിനീയേഴ്സ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്. അതെ, സാമൂഹ്യ പ്രക്രിയയിൽ പങ്കെടുക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ, രാഷ്ട്ര നിർമ്മാണത്തിൽ ഏറ്റവും വലിയ റോള് വഹിക്കുന്നത് ഈ പറയുന്ന യുവാക്കളും വിദ്യാർത്ഥികളും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരിക്കലും ആ രീതിയിൽ ഒരു വിലയിരുത്തലിലേക്കൊന്നും പോകാൻ പറ്റില്ല. പക്ഷെ എന്നിരുന്നാലും സർക്കാരിന്റെ ഭാഗത്ത് നിന്നൊരു ഒരു ഇനീഷ്യേറ്റീവ് ഇത്തരം കാര്യങ്ങൾ എടുക്കേണ്ടതാണെന്നുള്ള ഒരു പൊതുവെയുള്ള ഒരു അഭിപ്രായമുണ്ട്. അല്ല, ചെറുപ്പക്കാർക്ക് ഭരണാധികാരത്തിൽ പങ്ക് നൽകുക എന്ന് മാത്രമല്ല, മറിച്ച് യൂത്ത് ഇഷ്യൂസ് കുറച്ചുകൂടി ഐഡന്റിഫൈ ചെയ്യുകയും അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക. അതാണ് ഏറ്റവും പ്രധാനം. അതും വേണം. ഇപ്പൊ തൊഴിലില്ലായ്മ, ഇപ്പം കേരളമാണ് തൊഴിലില്ലായ്മയിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത്. അഭ്യസ്തവിദ്യരായിട്ടുള്ള ആളുകളുണ്ട്. ഇപ്പൊ മുമ്പ് കേരളത്തിലൊക്കെ തമിഴ്നാട്ടിലുള്ള ആളുകളായിരുന്നു വന്നത്. ഇപ്പൊ തമിഴന്മാരെ ഒന്നും കാണുന്നില്ലല്ലോ. അപ്പൊ ഏതാണ്ട് അവർക്ക് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലാത്ത അവസ്ഥ. ഇപ്പം ബംഗാളികളും അതേപോലെ തന്നെ അധികം വൈകാതെ ബംഗാളൊക്കെ മിക്കവാറും ബംഗാളിൽ കുറച്ചുകൂടി നല്ല ഭരണമൊക്കെ വരുന്ന സമയത്ത് അതേപോലെ കുറച്ചുകൂടി യുവാക്കൾക്ക് കുറച്ചുകൂടി പ്രാതിനിധ്യം കിട്ടുകയും അവർക്ക് തൊഴിലുണ്ടായി. ഇപ്പോൾ നിരവധി പദ്ധതികൾ കേന്ദ്ര സർക്കാർ സ്വയം തൊഴിൽ കണ്ടെത്താനൊക്കെ, കാരണം വെറും തൊഴിലാളികളായിട്ടല്ല, തൊഴിൽ ദാതാക്കളായിട്ട് ആളുകളെ. പക്ഷെ അത് മാർക്കറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഇത്തിരി പിന്നിലാണ് കേന്ദ്ര സർക്കാർ. കാരണം പലതും ചെയ്യുന്നുണ്ട്, പല നല്ല രീതിയിലുള്ള പദ്ധതികൾ കൊണ്ടുവരുന്നുണ്ട്, യുവാക്കൾക്ക് ഉൾപ്പെടെ ഒരുപാട് ഗുണം ലഭിക്കുന്ന പദ്ധതികളുണ്ട്. പക്ഷേ അത് മാർക്കറ്റ് ചെയ്യുന്നതിൽ അല്പം പിന്നിലാണെന്നുള്ളൊരു പൊതുവെയുള്ളൊരു അഭിപ്രായമുണ്ട്. അപ്പോൾ അതൊക്കെ കൂടുതൽ ചെറുപ്പക്കാരിലേക്ക് എത്തിക്കണമെങ്കിൽ ആ രീതിയിൽ അവർക്കിടയിൽ നിന്നുള്ള പ്രതിനിധികൾ വരുന്നത് കുറെ ഗുണം ചെയ്യും. സ്വാഭാവികമായിട്ടും ഈ നമ്മൾ ചിന്തിക്കേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ, അതായത് നരേന്ദ്രമോദി ഇന്ത്യയിൽ ആദ്യമായിട്ട് അധികാരത്തിൽ വന്നത്, അദ്ദേഹം പ്രധാനമന്ത്രി 2014 അപ്പോൾ 2014 ഒരു 10 വയസ്സ് 8 വയസ്സൊക്കെ ഉള്ള അന്നത്തെ കുട്ടികൾക്ക് ആ രീതിയിലുള്ള ഒരു ഇമോഷണൽ കണക്ഷൻ, അല്ലെങ്കിൽ മോദി എന്തുകൊണ്ട് അധികാരത്തിൽ വന്നു, അതിൻ്റെ ഒരു സാഹചര്യം എന്തായിരുന്നു, മോദി അന്നൊരു രക്ഷകനായി എത്തി എന്നുള്ള ആ സംഭവം അവർക്ക് ഉണ്ടാവില്ല. സ്വാഭാവികമായിട്ട് അതൊരു പ്രോസസ്സാണ്. അപ്പം അതുകൊണ്ട് തന്നെ അടുത്ത ജനറേഷന് കൂടി കൂടുതൽ പ്രാതിനിധ്യം കൊടുക്കാതെ മുന്നോട്ട് പോകുക എന്നുള്ളത് ഒരു പ്രാക്ടിക്കൽ അല്ല. ഒന്ന് പുതിയ തലമുറയ്ക്ക് പഴയ ഗതകാല ചരിത്രം, അടിയന്തരാവസ്ഥയുടെ ക്രൂരതകളെ കുറിച്ച് ആർക്കും അറിയില്ല, ഇന്ത്യ വിഭജനത്തെ കുറിച്ച് ആർക്കും ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളും അവർക്ക് അതും അവര് പലരും ഈ ഇൻഫർമേഷനകത്താണ് വീഴുന്നത്. അവര് വിജ്ഞാനമല്ല, വിജ്ഞാനവും ഇൻഫർമേഷൻ ആഴത്തിലുള്ള ഇതിലേക്ക് പോകില്ല. ഇപ്പം എന്താ പറയുക, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കിട്ടുന്ന വിവരങ്ങൾ മാത്രം, അതൊക്കെ അത് ഒരിക്കലും നിഷ്പക്ഷവും അല്ലാത്തതും വളരെ ദുരുദ്ദേശപരവുമായിട്ടുള്ളതായിരിക്കണം. ഒറിജിനായിട്ടുള്ള ചരിത്ര സംഭവങ്ങളെക്കുറിച്ചും ഉള്ള വിജ്ഞാനം പലപ്പോഴും അത് ആർജിക്കാനുള്ള ശ്രമവും അവരുടെ ഭാഗത്തില്ല. അപ്പൊ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാന്നുള്ളത് കൂടി സർക്കാർ അക്കാര്യത്തിൽ പ്രോസസ്സാണത്. കാരണം അല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇവരെയൊക്കെ ഒരാൾക്ക് നിയന്ത്രിക്കാൻ പറ്റും.
അതെ അല്ലേ? അതെ അവർക്ക് തങ്ങൾ ഇങ്ങനെ ഒരു മറ്റൊരു വിദേശ ശക്തിയുടെ കയ്യിൽ ഇൻസ്ട്രുമെന്റ് ആകുകയാണോ എന്ന് പോലും അറിയാൻ പറ്റാത്ത രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരു അരാഷ്ട്രീയ സമൂഹത്തെ പെട്ടെന്ന് തന്നെ അവർക്ക് BJP സംഘടനയിലും അനുസരിച്ച് ഇപ്പം തന്നെ യുവമോർച്ചയിലൊക്കെ ദേശീയ തലത്തിലെ ഭാരവാഹികൾ ആരാണെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. ഇനി അങ്ങനെ ഒരു സംഘടനയുടെ ഫങ്ഷനിങ് ഉണ്ടോ എന്ന് പോലും അറിയില്ല. ചിലപ്പോൾ സംസ്ഥാന തലത്തിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടാവും, ദേശീയ തലത്തിലൊക്കെ. പക്ഷെ BJPയും എത്ര കാലമായി ദേശീയ പ്രസിഡന്റിനെ നിശ്ചയിച്ച് എന്തുകൊണ്ട് അവർ ഒരു ഭാരവാഹികളൊന്നും ഇപ്പം ആ രീതിയിലൊരു ഇലക്ഷൻ വരുന്ന സമയത്ത് ഒരു പ്രത്യേക സംവിധാനം വർക്ക് ചെയ്യുന്നു എന്നല്ലാതെ പാർട്ടി നിലവാരത്തിൽ ഉള്ള പ്രവർത്തനത്തിലും ഒരു മാറ്റം വരുത്തേണ്ടതിന്റെ ആവശ്യകതയിലേക്കാണ് പുതിയ പ്രക്ഷോഭങ്ങളൊക്കെ അതെ 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 ഇനിയുള്ള നാളുകൾ ആ രീതിയിൽ തന്നെ ആയിരിക്കും. ഓരോ തിരിച്ചടിയും അതിലേക്ക് കൊണ്ടുവരുന്നതാണ് ബങ്കിപ്പൂരിലെ തിരിച്ചടിയും സ്വാഭാവികമായിട്ടും. ഇപ്പം അതിനെന്ത് തന്നെ ന്യായീകരണങ്ങൾ പറഞ്ഞ, അതായത് പല ഉപതെരഞ്ഞെടുപ്പുകളിലും BJP ജയിക്കാറില്ല എന്നൊക്കെ പല കഥകൾ അല്ലെങ്കിൽ പഴയ കണക്കുകൾ വെച്ച് പറയാറുണ്ട്. പക്ഷെ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് പറയുമ്പോൾ അതൊരു ഫ്യൂച്ചറാണല്ലോ. ഫ്യൂച്ചറിൽ എന്താണോ സാധ്യത അത് മനസ്സിലാക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ സ്വാഭാവികമായിട്ട്. പക്ഷേ BJP എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടി ഇത്തരം പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ മറികടന്ന് അവരുടെ വീഴ്ചകളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം എങ്ങനെയാണ് അവർ തിരിച്ചു വന്നതെന്നുള്ളത് നമുക്കറിയാം. ഒരു തിരിച്ചടി ആയിരുന്നല്ലോ എന്തായാലും 2024. തോൽവി എന്ന് പറയുന്നില്ല, അവർക്ക് തോൽവിയല്ല, തിരിച്ചടി. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ആ രീതിയിൽ വരുമെന്ന് പ്രതീക്ഷിക്കാം. ഇപ്പം BJPയെ സംബന്ധിച്ചിടത്തോളം അല്ലേ, കാരണം BJPയുടെ അഭ്യുദയകാംക്ഷികളായിട്ടുള്ള ആളുകൾ തന്നെ പറയുന്നത് കുറച്ചുകൂടി സംഘടനാപരമായിട്ടുള്ള ഊന്നൽ കൊടുക്കുകയും അതേപോലെ തന്നെ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളും അതിനെ ഓവർകം ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഒരു വെല്ലുവിളികൾ അല്ലെങ്കിൽ അവർ ഉയർത്തിയിരിക്കുന്ന വെല്ലുവിളി അത് തങ്ങൾക്കൊരു അനുഗ്രഹമാക്കി മാറ്റിയെടുക്കാൻ BJP നേതൃത്വം അതിലേറ്റവും പ്രധാനം എന്ന് പറയുന്നത് മന്ത്രിസഭയിൽ യുവാക്കളെ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്. അല്ലെങ്കിൽ അധികാര സ്ഥാനങ്ങളിലേക്ക് കൂടുതൽ യുവാക്കളെ, അല്ലേ? അതെ, തീർച്ചയായും യുവ ശാക്തീകരണം പെട്ടെന്ന് വിസിബിളി ചെയ്യാൻ പറ്റിയ സംഭവം അതാണ്.